പൊതുവേ തൃശ്ശൂരിൽ നിന്ന് കേട്ടാൽ നമുക്ക് മനസ്സിൽ വരുന്നത് വടക്കുന്നാഥനും തേക്കിൻകാട് മൈതാനവും ആനയും പൂരങ്ങളും ഒക്കെയാണ്. പക്ഷെ സാംസ്കാരിക നഗരമായ നമ്മുടെ നഗരത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. സ്വർണത്തിന്റെ നാട്, ദ സിറ്റി ഓഫ് ഗോൾഡ്. തൃശ്ശൂർ ഉണ്ടാക്കുന്ന ആഭരണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെതായുള്ളൊരു മൂല്യമുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കട ഉണ്ടായിരുന്നത് തൃശ്ശൂർ ആ ഒരു ഹൈ റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 90-92 ഷോപ്പുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും ആൾക്കാർക്കെല്ലാം തൃശ്ശൂരിലെ ആഭരണങ്ങൾ വളരെ ഇഷ്ടമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാക്കുന്ന ആഭരണങ്ങൾക്ക് ഒരു പ്രത്യേക മനോഹാരിത, ഒരു ഭംഗിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് തൃശ്ശൂരിലെ ആഭരണം. ഏറ്റവും കൂടുതൽ വർക്ക് നടത്തുന്നതും തൃശ്ശൂരാണ്. മറ്റ് കേരളത്തിലെ ഉടനീളമുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് ബിസിനസ്സിൻ്റെ താല്പര്യങ്ങളും അതിൻ്റെ ഒരു കൺസെപ്റ്റ്, ആ ഒരു മനോഭാവം കൂടുതലുള്ള ആളുകൾ തൃശ്ശൂരിലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അങ്ങനെ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വർണ്ണപ്പണിയോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും പണിക്കായിട്ട് ഇവിടേക്ക് ചേക്കാന്ന് പറയും. നമ്മുടെ തൃശ്ശൂരിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ചേക്കാന്ന് പറയും. അവരെ സ്വീകരിക്കാനും അവരെ പണിക്കാരായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വെച്ചുകൊണ്ട് സ്വർണ്ണാഭരണം നിർമ്മിക്കുവാനും തൃശ്ശൂരിലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള ചില ആളുകൾ, പ്രത്യേകിച്ച് ചില സമുദായക്കാരൻ തയ്യാറായി എന്നുള്ളതാണ്. അവരത് ബിസിനസ്സിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്നു. ആ ബിസിനസ്സിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ധാരാളം ജോലിക്കാരെയും ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അന്നത്തെ കാലത്ത്, ഇന്നല്ല, അന്നത്തെ കാലത്ത് ജോലി ചെയ്യുമ്പോൾ ലഭിക്കപ്പെടുമായിരുന്ന ഒരു വേതനം സാധാരണഗതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് ജോലികൾ ചെയ്യുന്നേക്കാൾ, സാധാരണ ജോലികൾ ചെയ്യുന്നേക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ സ്വർണ്ണാഭരണ നിർമ്മാണത്തിന് ജോലിക്കായിട്ട് ഈ തൃശ്ശൂരിൻ്റെ പ്രദേശങ്ങളിലേക്ക് പ്രവഹിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ ഒരു ധാരണ, എൻ്റെ അറിവ് വെച്ചിട്ട് പറയുന്നത്, ഡിഗ്രി കഴിഞ്ഞ ആളുകൾ പോലും മുന്നോട്ട് ഒരു ജോലിക്ക് ശ്രമിക്കാതെ, മറ്റൊരു സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ അത്തരം ഒരു വൈറ്റ് കോളർ ജോബിനോ ശ്രമിക്കാതെ, അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ശ്രമിക്കാതെ ഈ സ്വർണ്ണപ്പണിയിലേക്ക് വന്ന അനുഭവങ്ങൾ എനിക്ക് ഒട്ടനവധി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ ആകർഷണീയമായ തോതിലുള്ള ലഭ്യത കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാലങ്ങൾ മാറിയപ്പോൾ ആ ലഭ്യതയ്ക്ക് മങ്ങൽ വന്നപ്പോൾ ആ വർഗം ഇപ്പോൾ തീർത്തും ഇല്ലാതായി. പിന്നെ മറുനാടൻ മലയാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ധാരാളം ആളുകൾ ഇവിടേക്ക് ചേർക്കുകയും ചുരുങ്ങിയ തോതിൽ മറ്റു മേഖലകളിലെ പോലെ ഇതിലും വന്നു. ആ ഒരു സാധ്യതയെ നേരത്തെ പറഞ്ഞ ഈ ഒരു കച്ചവട വർഗം സമർത്ഥമായി ചൂഷണം ചെയ്തിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള തട്ടാൻ എന്നുള്ള ഒരു സമുദായമാണ് ഇതിനെ മെയിനായിട്ടും ഈ ജോലി കൈയാളിയിരുന്നത്. അവരൊക്കെ ഏകദേശം തുടച്ച് നീക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ഈ സ്വർണ്ണാഭരണ നിർമ്മാണം. ഏതാണ്ട് ഒരു 700 കോടി രൂപയുടെ ബിസിനസ് തൃശ്ശൂർ ഒരു വർഷം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ എല്ലാ പ്രമുഖ ജ്വല്ലറികൾക്കും അവരുടെ ഒരു ബ്രാഞ്ചെങ്കിലും നമ്മുടെ തൃശ്ശൂരിലുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശക്തൻ തമ്പുരാൻ സംരംഭകരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ഭാഗമായി ഒരുപാട് സിറിയൻ കത്തോലിക്കൻ കുടുംബങ്ങളെ അവരുടെ ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങാൻ തമ്പുരാൻ ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് സ്വർണ്ണക്കച്ചവടം തൃശ്ശൂരിൽ വന്നു ചേരുന്നത്. തൃശ്ശൂരിനൊരു പ്രധാന വ്യവസായ നഗരമാക്കാനും അത് സഹായിച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ നോക്കിയാൽ, ഈ സിൽക്ക് റൂട്ടൊക്കെ നടന്നിരുന്ന കാലത്ത്
കൊടുങ്ങല്ലൂർ മുസ്രീസ് തുറമുഖത്ത് നങ്കൂരിട്ടിരുന്ന റോമക്കാരും അറബികളും നടത്തിയിരുന്ന കച്ചവടം പിന്നീട് ഇല്ലാതായപ്പോൾ അവരവശേഷിപ്പിച്ചു പോയ വ്യവസായമാണ് സ്വർണത്തിൻ്റെ വ്യവസായം. ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. കേരളത്തിൽ മുഴുവൻ ഈ സ്വർണം പോയിരുന്നത് ഈ തൃശ്ശൂരിൽ നിന്നാണ്. അതെനിക്കറിയാം. മലപ്പുറം, കോഴിക്കോട്, പിന്നെ ഈ കൊടുവള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടേക്കൊക്കെ ഇവിടുന്ന് ഹോൾസെയിൽ പണി ഇപ്പൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലായി പോയി. അന്നൊക്കെ സ്വർണ്ണപ്പണിക്കാരെ അത്യാവശ്യമായിരുന്നു കടക്കാർക്ക്. ഇന്ന് അതില്ല. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് സാധനങ്ങൾ വരിക, പ്രത്യേകിച്ച് പഞ്ചാബ്, അതുപോലെ തന്നെ ഈ കൽക്കത്തയിൽ നിന്നും പോകുമ്പോൾ അവിടെ നിന്നൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. മുന്നേ അതുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ ജോലി ഇത് മാത്രമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഹോൾസെയിൽ ഇപ്പം വലിയ വലിയ മെഷീനറി ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, ബോംബെയിൽ നിന്ന്, അതുപോലെ തന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്വർണം വരുന്നുണ്ട്. ഞങ്ങൾ പരമ്പരയായിട്ട് ഞങ്ങൾ സ്വർണ്ണപ്പണിക്കാരാണ്. അച്ഛനായിട്ടും അച്ഛൻ്റെ അച്ഛനായിട്ടും ഏട്ടന്മാരായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ജനിച്ചന്ന് മുതൽ തന്നെ ഈ സ്വർണ്ണപ്പണി വീട്ടിൽ കണ്ട് വളർന്നതാണ്. അപ്പോൾ നമ്മളൊരു ചെറുപ്പം മുതൽ തന്നെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ തന്നെ ഞങ്ങൾ ഈ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് അച്ഛനെയും ഒരു ഏട്ടന്മാരനൊക്കെ ഒന്ന് സഹായിക്കാൻ പണിക്ക് കൊടുത്തിരിക്കും. അങ്ങനെ ഇതായിട്ട് പിന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ മാമൻ്റെ അടുത്ത്, അന്നൊക്കെ അങ്ങനെയായിരുന്നു അന്നത്തെ സമ്പ്രദായം. അവളൊരു വീട് സ്വർണ്ണപ്പണി വേറെ എവിടെയെങ്കിലും വീട്ടിൽ പോയിരുന്നിട്ട് 2-3 വർഷം ഇതിനായിട്ട് 2-3 വർഷം ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നാണ് എന്നിട്ട് ഒറ്റയ്ക്ക് പണി കാര്യങ്ങളൊക്കെ ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിൽ എടുക്കുന്ന ആൾക്കാർക്ക് പെണ്ണ് അന്വേഷിച്ച് പോകാനടക്കം പറ്റണില്ല. സ്വർണ്ണപ്പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പെണ്ണ് പോലും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി കാര്യങ്ങൾ. പിന്നെ അത് എന്തുകൊണ്ടാണെങ്കിൽ അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെൺകുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ജോലിക്ക് സമയമില്ല. അത് ഞങ്ങൾ രാവിലെ ചിലപ്പോൾ 6 മണിക്ക് എണീറ്റ് പണിക്കെടുക്കണു, രാത്രി 10 മണി 12 മണി വരെയൊക്കെ ജോലി ചെയ്യണു. മറ്റെന്തൊരു ജോലിയായാലും ഒരു ശനി ഞായർ അവധി. അന്നൊരു ഇത് ഈ ഒരു ജോലിക്ക് അങ്ങനെ ഇല്ല. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റെ അറിവിൽ ആരും പുതിയ പണി പഠിക്കുന്ന ആരും ഇല്ല. അന്നത്തെ പകുതി പൈസ ഇല്ല ഇപ്പോൾ പണി നമുക്കത് ചെയ്യുമ്പോഴേ. പിന്നെ പണിത് കടന്നു വരികയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടെന്ന് മാറിപ്പോയി. അപ്പൊ ഞങ്ങളെ വെള്ള സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് പണിയിലുണ്ടാവുകയാണ് മൊത്തത്തില്. അപ്പൊ അങ്ങനൊരു വിഷമഘട്ടത്തിലാണ് ഇപ്പൊ കാര്യം പോണത്. അതായത് ഇതിപ്പോ നടത്തി കൊണ്ടുപോകാൻ നിർത്താനും പറ്റാത്തൊരവസ്ഥയിൽ മതിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ഒരു കണ്ടീഷനിലാണ് പോകുന്നത്. ഇപ്പൊ അന്നത്തെ കാലത്ത് എന്തെങ്കിലും തൊഴിൽ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചാ. അപ്പൊ അന്നൊന്നും കുഴപ്പമുണ്ടാവില്ല. ആ സ്വർണ്ണത്തിന്റെ വില കുറവ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ അത്യാവശ്യം പണിയും കാര്യം നടന്നു. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അത് എന്നും നിലനിൽക്കുന്നു വിചാരിച്ചു. കൊണ്ട് അത് കൊല്ലം തോറും അത് കുറഞ്ഞ് തീരില്ലാത്തൊരവസ്ഥയില്
ഉപയോഗിക്കുന്നതല്ല. അപ്പൊ ഈ വലിയ വൻകിട മേഖലയിലേക്ക് ഹോൾസെയിലേക്ക് തിരിച്ചതുകൊണ്ട് ഞങ്ങളുടെ ചെറുകിട ആൾക്കാർക്കൊന്നും പണിയില്ലാത്ത രീതിയായി. അതാണ്ടായിരുന്നു. തീരെ പണിയില്ലാത്ത കണ്ടിട്ടില്ല. കാലത്ത് വരിക, എന്തെങ്കിലും ചായ കുടിച്ചിരിക്കുക, അത് കഴിഞ്ഞ് പോവുക. ആ ഒരു കണ്ടീഷനായി പോകും. തീരെ ഇല്ല. ആ ഒരു കണ്ടീഷനായി. വളരെ ചുരുക്കം ആൾക്കാർ മാത്രം പോവുക. നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഈ മേഖലയിൽ. ആൾക്കാർ മാറിപ്പോയി, നിർത്തിപ്പോയി. വാർപ്പണിക്ക് പോകണു, കൂലിപ്പണിക്ക് പോകണു, മറ്റേ പെയിന്റിങ്ങിന് പോകണു. വളരെ കുറച്ച് നിസ്സാരമായ ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ. അത് അവര് ഈ വേറെ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട്, കാരണം പ്രായം കൊണ്ടും ശീലമില്ലാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പണി നടന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരാളോട് ഒരാളൊരു ആഗ്രഹം തോന്നുന്ന പണിയുള്ള കാരണം അതിന് കുറഞ്ഞു ഈ ബലൂണില് കാറ്റ് കൊടുത്ത പറഞ്ഞേ അതിനെ കുറഞ്ഞു ബലൂണില്ലേ സ്റ്റാർട്ടിങ്ങിൽ നല്ല ഉയർത്തിരിക്കും. അത് പിറ്റേ ദിവസത്തേക്ക് എന്താവും അതിന്റെ അവസ്ഥ? അതേപോലെ കുറഞ്ഞു വരും. ലാസ്റ്റ് ഒന്നും ഉണ്ടാവും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന്റെ അന്തിമ ഘട്ടത്തിൽ തന്നെ പറയാം. ഈ ഫീൽഡ് ഇപ്പോഴത്തെ നോക്കുമ്പോ മാക്സിമം ഇതൊരു 2 കൊല്ലം, മാക്സിമം 3 കൊല്ലം അതിന് മേലേക്കൊന്നും തോന്നുന്നില്ല. അവർക്ക് വേറെ എന്തെങ്കിലും വല്ലയിടത്ത് സെക്യൂരിറ്റി പണിക്കുക, അങ്ങനെ വല്ല പച്ചക്കറികളിലേക്ക് അങ്ങനെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് എത്തുമ്പോ ചിരിക്കും. വേറെ ഒന്നില്ല. സങ്കടപ്പെട്ട് കളിച്ചിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. ചിരിച്ചിട്ടുള്ളത് ചിരിച്ചു പറയാ. ഇന്ന് സന്തോഷിക്കുക, നാളത്തെ കാര്യം നാളെ തീരുമാനിക്കുക. അത്ര പ്രത്യേകിച്ച് പറയല്ലേ. നമുക്ക് ഇതിനോട് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബ്ലഡില് ഒരു എന്നതിന് പറയാ, അങ്ങനെയാണ് ഈ ജോലിയോട്. അങ്ങനെയാണ്, അത്രയും ഇതാണ്. നമ്മൾ അത്ര ചെറുപ്പം മുതൽ എത്രയും 10-30 വർഷത്തോളമായി ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇനി മരിക്കും വരെ ചെയ്യണം എന്ന് തന്നെ ആഗ്രഹം. അതിനൊക്കെ ഒരു പ്രായപരിധികളൊക്കെ ഉണ്ട്. അത് കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാലും പറ്റാവുന്ന രീതിയിൽ പറ്റുന്ന അത്രയും ഈ ജോലി തന്നെ ചെയ്യുന്നത് തന്നെയാണ് എന്നെ ആഗ്രഹം.